ബ്രേക്കിംഗ് ന്യൂസ്. ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്ക് പുറപ്പെട്ട സ്വകാര്യ ബസ് ഹൊസൂരിൽ വെച്ച് കണ്ടെയ്നർ ലോറിയുമായി കൂട്ടിയിടിച്ച് 15 പേർ മരിച്ചു. 10 പേർ ഗുരുതരാവസ്ഥയിൽ. ഹാളിലെ ടിവിയിലൂടെ ഒരാൾ ന്യൂസ് കാണുകയായിരുന്നു. സർ, നമ്മൾ വിചാരിച്ച പോലെ അവൾ മരിച്ചിട്ടുണ്ടാവുമോ? താനൊന്നും മിണ്ടാതിരുന്നേ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഇത്ര കഷ്ടപ്പെട്ട് ആ കണ്ടെയ്നർ ലോറിയും കൊണ്ട് ആ ബസ്സിനെ ലക്ഷ്യം വെച്ച് പോയത് കുറച്ച് മണിക്കൂറുകളാണ്. ഈ കുന്നുമ്മേ ജോർജ് കുട്ടിയോടാണ് അവളുടെ കളി. ആ കളി അവളെയും അങ്ങ് കൊണ്ടുപോയി. വറിതേ, നീ ആ ഫോൺ എടുത്ത് വർക്കിയെ വിളിച്ചേ. അവനറിയാം കാര്യങ്ങളുടെ കിടപ്പ്. ഇടപ്പള്ളിയിൽ കുന്നുമ്മേൽ ജോർജ് കുട്ടി, റിയൽ എസ്റ്റേറ്റ് ബിൽഡർ. കോട്ടയമാണ് സ്വന്തം ദേശം. റബ്ബർ പ്ലാന്റേഷൻസ് ഒരുപാടുണ്ട് കോട്ടയത്ത്. ഇടപ്പള്ളിയിൽ വീട് വെച്ച് മക്കളോടൊപ്പം താമസിക്കുന്നു. ജോർജ് കുട്ടിക്ക് 2 ആൺമക്കൾ, ആൽവിനും എബിനും. ആൽവിൻ അപ്പന്റെ ബിസിനസ് സാമ്രാജ്യം വളർത്തി വലുതാക്കുന്നു. എബിൻ തല്ലുകൊള്ളിയായി നടക്കുന്നു. ഇവരുടെ കാര്യസ്ഥനാണ് വറീദ്. വർക്കി ഏലിയാസ് വർഗീസ് ചാക്കോ, ആസ്റ്റർ സിറ്റി ഹോസ്പിറ്റൽ സീനിയർ കാർഡിയാക് സർജൻ. ഇനി കഥയിലേക്ക് പോകാം. വറീദ് ഫോൺ എടുത്ത് വർക്കിയെ വിളിക്കുന്നു. ശേഷം ജോർജ് കുട്ടിക്ക് കൊടുക്കുന്നു. എടാ വർക്കി, നീ ന്യൂസ് കണ്ടില്ലായോ? കണ്ടു. കോയമ്പത്തൂർ ഗംഗാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതലായൊന്നും അറിയില്ല. അവൾ ജീവനോടെ ഉണ്ടാവരുത്, മനസ്സിലായല്ലോ? ഗംഗാ ഹോസ്പിറ്റൽ. ഉള്ളിൽ നിറയെ ആൾക്കൂട്ടം. കാഷ്വാലിറ്റി, ICU 2 സ്ഥലങ്ങളിലും തന്റെ ഉറ്റവരുണ്ടോ എന്നറിയാനുള്ള ആകാംക്ഷയിൽ തടിച്ചുകൂടിയ ബന്ധുജനങ്ങൾ. ചിലർ കരയുന്നു, ചിലർ ആശ്വാസം കൊള്ളുന്നു, ചിലർ പ്രാർത്ഥിക്കുന്നു. ICUവിൽ 2 പെൺകുട്ടികളെയാണ് അഡ്മിറ്റ് ചെയ്തിരുന്നത്. അതിൽ ഒരു കുട്ടിക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു. അടുത്ത കുട്ടിക്ക് ഹാർട്ടിൽ സ്വതവേ തകരാറുള്ളത് കാരണം ഒന്നും പറയാൻ പറ്റുന്നില്ല. ICUവിൽ നിന്നും 3 ഡോക്ടേഴ്സ് പുറത്തേക്ക് വന്നു. അവരെ ഒരച്ഛനും അമ്മയും പിന്നെ വേറൊരച്ഛനും പൊതിഞ്ഞു. ഡോക്ടർ, എന്റെ മോൾ. നിങ്ങൾ? ഞാൻ എബ്രഹാം ജോസഫ്, ഉള്ളിൽ കിടക്കുന്ന നിതാരയുടെ അപ്പൻ. ഓ, ഐ സി. ഐ എം ഡോക്ടർ സന്തോഷ്, ഇവിടുത്തെ കാർഡിയാക് സർജനാണ്. ഹലോ ഡോക്ടർ, എന്റെ മോള്. അത് നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല ഡോക്ടർ, എന്താണെങ്കിലും പറഞ്ഞോളൂ. അത് ഐ എം സോറി, ആ കുട്ടിക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ തലക്കേറ്റ ക്ഷതം തന്നെയാണ് കാരണം. ഏത് നിമിഷം വേണമെങ്കിലും എന്തും സംഭവിക്കാം. നിങ്ങൾക്ക് മോളുടെ ഓർഗൻസ് കൊടുക്കാൻ വില്ലിംഗ് ആണെങ്കിൽ ഞങ്ങൾ അതിന്റെ ഫോർമാലിറ്റീസ് ചെയ്യാം. ആലോചിച്ചൊരു മറുപടി തരൂ. എബ്രഹാം തളർന്നു. അയാൾ കണ്ണടച്ചിരുന്നു. താൻ പൊന്നോമനിച്ച് വളർത്തിയ ഏകമകൾ. അവൾ അവസാനമായി പറഞ്ഞ വാചകം അയാളുടെ മനസ്സിലൂടെ ഓടി. അപ്പേതേ, കള്ളും കുടിച്ചിരിക്കണ്ട, ഞാൻ രാവിലെ തന്നെ അങ്ങ് എത്തും. അവിടെ എത്തിയിട്ട് വേണം എനിക്കൊരു കാര്യം പറയാൻ. എന്നതാടി കാര്യം? അയ്യടാ, അങ്ങനെ ഇപ്പോ ഫോണിലൂടെ അറിയണ്ട. ഞാൻ വെക്കുന്നേ. ബൈ അപ്പാ. എബ്രഹാമിന്റെ കണ്ണിലൂടെ കണ്ണീർ പുറത്തേക്ക് ചാടി. മറുഭാഗത്ത് അച്ഛനും അമ്മയും മകൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ വേദനിച്ച് കാത്തിരിക്കുകയായിരുന്നു. ഡോക്ടർ, എന്റെ മോള്. നിങ്ങൾ? എന്റെ മോൾ ഉള്ളിലുണ്ട്. ഹാർട്ടിന് പ്രോബ്ലം ഉള്ള കുട്ടിയാണോ? അതെ. മോളുടെ പേര്? തേജസ്വിനി. ഞാൻ അവളുടെ അച്ഛനാണ് ചന്ദ്രദാസ്. ഇത് അവളുടെ അമ്മ രോഹിണി. ഓക്കെ. തേജസ്വിനിക്ക് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ ഫിക്സ് ചെയ്യാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ആക്സിഡന്റ് സംഭവിക്കുന്നത്. ശരി, ഞങ്ങളൊന്ന് നോക്കട്ടെ. ആ കുട്ടിയുടെ ബോഡി നല്ല വീക്കാണ്. കൂടാതെ BP-യും വല്ലാതെ ഹൈ ആണ്. അത് കുറയാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചന്ദ്രദാസും രോഹിണിയും പരസ്പരം കണ്ണീരോടെ നോക്കിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എബ്രഹാം പലതും ആലോചിച്ചു. മകളുടെ ജീവൻ എന്തായാലും കിട്ടില്ല. അവളുടെ അവയവങ്ങളെങ്കിലും ജീവിക്കട്ടെ. എന്റെ മോളെ അങ്ങനെയെങ്കിലും കാണാൻ കഴിയുമല്ലോ. അയാൾ സന്തോഷ് ഡോക്ടറുടെ അടുത്തു പോയി കാര്യം അവതരിപ്പിച്ചു. ഡോക്ടർ, എനിക്ക് സമ്മതമാണ്. ശരി എബ്രഹാം, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. പുറത്ത് നിങ്ങളുടെ അടുത്ത് തന്നെ ഒരു അച്ഛനും അമ്മയും ഇരിക്കുന്നുണ്ട്. അവരുടെ മോളും ICUവിലാണ്. ആ കുട്ടിക്ക് ഹൃദയത്തിന് കേടുണ്ട്. ഞങ്ങൾ നിതാരയുടെ ഹാർട്ടും ആ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പുമായി ചേരുകയാണെങ്കിൽ ഉടൻ ഓപ്പറേഷൻ നടത്തും. എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ. അവളിലൂടെ ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് എബ്രഹാം അവിടെ നിന്ന് പോയി. മോൾക്ക് അപ്പയെയും കൊണ്ടുപോകാമായിരുന്നില്ലേ? നീ എന്നെ തനിച്ചാക്കിയില്ലേ? നിന്റെ മമ്മ പോയപ്പോ എനിക്ക് നീ ഉണ്ടായിരുന്നു. ഇപ്പോ നീയും മമ്മയുടെ അടുത്തേക്ക് പോയി. എനിക്ക് ആരാടിയുള്ളത്? എബ്രഹാം കരഞ്ഞുകൊണ്ട് ICUവിന്റെ പുറത്തിരുന്നു. നിതാരയുടെ കിഡ്നിയും ലിവറും ഹാർട്ടുമാണ് ഡൊണേറ്റ് ചെയ്യാൻ തീരുമാനമായത്.
നിതാരയുടെ കണ്ണിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞത് കാരണം അതുമാത്രം ഡൊണേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഡോക്ടേഴ്സ് എല്ലാവരും കൂടെ നിതാരയുടെ കിഡ്നിയും ലിവറും അവരുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു രോഗിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തയ്യാറായി. ആ ഓപ്പറേഷന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നടത്തി. ഭാഗ്യവശാൽ നിതാരയുടെ ഹൃദയം തേജസ്വിനിയുമായി മാച്ചായിരുന്നു. അവരുടെ അമ്മയുടെയും അച്ഛന്റെയും സമ്മതത്തോടെ സന്തോഷ് ഡോക്ടറും മറ്റു പല ഡോക്ടേഴ്സും ചേർന്ന് അവളുടെ ഹൃദയം മാറ്റിവെച്ചു. എല്ലാം കഴിഞ്ഞതിനു ശേഷം എബ്രഹാം തന്റെ ഏകമകളുടെ ശരീരം കൊണ്ടുപോയി. തേജസ്വിനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും അവളുടെ ഹൃദയവും ശരീരവും തമ്മിൽ പൊരുത്തപ്പെടാൻ ദിവസങ്ങളെടുത്തു. അവളുടെ ഓപ്പറേഷന് വേണ്ട എല്ലാ ചെലവുകളും എബ്രഹാം തന്നെയാണ് ചെയ്തത്. അവരുടെ കയ്യിൽ തന്റെ ഫോൺ നമ്പറും കൊടുക്കാൻ മറന്നില്ല. അന്നത്തെ ആക്സിഡന്റിൽ നിതാരയടക്കം 30ഓളം പേർ മരിച്ചു. രക്ഷപ്പെട്ടവർ ചുരുക്കം ചിലർ മാത്രം. അതിൽ പെടുന്നതായിരുന്നു തേജസ്വിനിയും. 2 മാസങ്ങൾക്ക് ശേഷം അവൾ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി. കോയമ്പത്തൂരിൽ തന്നെയാണ് ചന്ദ്രദാസും രോഹിണിയും താമസിക്കുന്നത്. കോയമ്പത്തൂരിൽ കോവൈപുത്തൂരിലാണ് അവർ താമസിക്കുന്നത്. അവിടെ തന്നെയുള്ള SBI ബാങ്കിലെ ബ്രാഞ്ച് മാനേജരാണ് ചന്ദ്രദാസ്. രോഹിണി വീട്ടമ്മയും. തേജസ്വിനി ശ്രീകൃഷ്ണ കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനി. ചെറുപ്പം മുതൽ ഹാർട്ടിന് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അവളെ എവിടേക്കും വിടില്ലായിരുന്നു. കുറച്ചു കാലമായി യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. പെട്ടെന്നായിരുന്നു അവൾ ഒരിക്കൽ ക്ലാസ്സിൽ തളർന്നു വീണത്. വീണ്ടും പ്രശ്നങ്ങൾ തലപൊക്കാൻ തുടങ്ങിയിരുന്നു. ഇത്തവണ ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്ന ഒരു പ്രസന്റേഷൻ ചെയ്യാൻ പോയതായിരുന്നു. ഒറ്റയ്ക്ക് വിടാറില്ലായിരുന്നു. അവളുടെ വാശിക്ക് പോയതാണ്. ഇപ്പോ ഈ അവസ്ഥയിലുമായി. തികച്ച് 3 മാസം അവൾ വീട്ടിൽ തന്നെയിരുന്നു. അടുത്ത സെമിസ്റ്ററിൽ എല്ലാം എഴുതിയെടുക്കാമെന്ന് കോളേജിൽ പോയി അച്ഛൻ പ്രിൻസിപ്പലിനോട് സംസാരിച്ച് തീരുമാനമായി. അവളുടെ കൈ ഇടയ്ക്കിടയ്ക്ക് ഹൃദയത്തിന്റെ അടുത്തേക്ക് പോകും. പെട്ടെന്ന് തന്നെ കൈയെടുക്കും. അവൾക്ക് ആരാണ് തന്റെ ഹൃദയം തന്നത് എന്ന് അറിയില്ലായിരുന്നു. വേദനകളെല്ലാം മാറി വരുന്നുണ്ടായിരുന്നു. അവൾക്ക് ബോറടിച്ചിട്ട് ഒരിക്കൽ പുറത്തേക്ക് പോയി. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 4 മാസങ്ങൾ കഴിഞ്ഞു. നേരെ ബ്രൂക്ക്ബോൺ റോഡിലേക്ക് പോയി അവിടുള്ള മാളിലെത്തി. കുറച്ചു നേരം ചെലവഴിച്ചു. പിന്നീട് വീട്ടിലേക്കും. അടുത്ത സെമിസ്റ്ററിൽ കാലെടുത്തു വെച്ചു. കോളേജിലേക്ക് പോയി എല്ലാവരുമായി സൗഹൃദത്തിലായി. എബ്രഹാം മകളുടെ വിയോഗത്തിൽ എല്ലാം ഇട്ടെറിഞ്ഞ് തന്റെ ഉറ്റ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയി. എന്നാലും മകൾ ഉറങ്ങുന്ന മണ്ണിൽ അയാൾ വല്ലപ്പോഴും വന്ന് പൂക്കൾ വെച്ചു പോകും. ഒരു ദിവസം അങ്ങനെ കല്ലറയിൽ പൂക്കൾ വെക്കാൻ പോകുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ മകളുടെ കല്ലറയിൽ ചുവന്ന റോസാപ്പൂക്കൾ വെച്ച് അലങ്കരിക്കുന്നത് കണ്ടത്. ആരാ? എബ്രഹാം ചോദിച്ചു. ഞാൻ ഋഗ്വേദ് ഗോവർദ്ധൻ. നിതാരയെ അറിയുമോ? അവൻ മൂകനായി നിന്നു. മോനായിരുന്നോ അവൾ എന്നോട് പറയാനിരുന്ന കാര്യം? അവൻ മുഖമുയർത്തി നോക്കി. അവന്റെ കണ്ണിൽ നീർത്തിളക്കം കണ്ടു. അവനൊന്നും പറയാനുണ്ടായിരുന്നില്ല. എബ്രഹാം അവന്റെ ചുമലിൽ തട്ടി. എന്റെ കുഞ്ഞു പുലിക്കുട്ടിയായിരുന്നു. പക്ഷേ കർത്താവ് വേഗം വിളിച്ചു. സാരമില്ല, ഇപ്പോ അവളുടെ ഓർമ്മകളിൽ കഴിയാനാണ് വിധി. മുഴുവനാക്കുന്നതിനു മുമ്പേ എബ്രഹാം കുഴഞ്ഞു വീണു. അവൻ അയാളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയെങ്കിലും എബ്രഹാമിന്റെ അവസാന ശ്വാസവും ശരീരത്തിൽ നിന്നും പോയി കഴിഞ്ഞിരുന്നു. ഋഗ്വേദിന് എല്ലാം കൂടി ശ്വാസം നിൽക്കുന്ന പോലെ തോന്നി. പ്രാണനായിരുന്നവൾ ഒന്നും പറയാതെ പോയി. ഇപ്പോ അവളുടെ അപ്പനും. നിതാരയുടെ കല്ലറയുടെ തൊട്ടടുത്ത് തന്നെ എബ്രഹാമിനെയും അടക്കം ചെയ്തു. എല്ലാം കഴിഞ്ഞ് ഋഗ്വേദ് മടങ്ങി. ഇടപ്പള്ളി കുന്നുമേൽ വീട്ടിൽ ആഘോഷമായിരുന്നു. അപ്പനും മകളും 6 മാസത്തിന്റെ ഇടവേളയിൽ ചത്ത് മലച്ചു. തൊലയട്ടെ. എന്റെ സാമ്രാജ്യത്തിൽ കൈവച്ചവളായിരുന്നു അവൾ. അതിനെ അങ്ങ് മേലോട്ട് പൊക്കിയപ്പോ ദേ കടക്കുന്നു മൂക്കും കുത്തി അപ്പനും. അവസാനം അവനും മണ്ണിനടിയിലായി. ജോർജ് കുട്ടി അവന്റെ ആഹ്ലാദം മക്കളുമായി പങ്കുവെക്കുകയായിരുന്നു. എബിനെന്തോ താല്പര്യമില്ലായിരുന്നു എല്ലാം കേൾക്കാൻ. അവൻ ആള് തല്ലിപ്പൊളിയാണെങ്കിലും അപ്പന്റെ ചില ബിസിനസ് കാര്യങ്ങളിൽ ചുവപ്പുകൂട് കാണിക്കാൻ കേമനായിരുന്നു. എന്നാലും അപ്പന്റെ കുടിസഭയിൽ നിന്നും അവൻ ഒഴിഞ്ഞുമാറി. അപ്പോഴും ജോർജ് കുട്ടിയുടെ സന്തോഷം മറ്റുള്ളവരുമായി അവൻ പങ്കുവെച്ചുകൊണ്ടേയിരുന്നു, വരാൻ പോകുന്ന വിപത്തുകൾ അറിയാതെ. തേജസ്വിനി ഓപ്പറേഷൻ കഴിഞ്ഞ് 3 മാസം മുഴുവൻ റെസ്റ്റ് എടുത്തു. അതിനുശേഷം അവൾ മെല്ലെ പുറം ലോകവുമായി ഇടപെടാൻ തുടങ്ങി. എല്ലാ മാസവും അവൾക്ക് ചെക്കപ്പ് ഉണ്ടാവുമായിരുന്നു. മരുന്നും വ്യായാമങ്ങളുമായി അടുത്ത 2 മാസവും കടന്നുപോയി. അച്ഛൻ പോയി കോളേജിലെ പ്രിൻസിപ്പലിനെ കണ്ട് കാര്യം പറഞ്ഞെങ്കിലും ഒരു സെമസ്റ്റർ വെറുതെ കളയണ്ട എന്ന് പറഞ്ഞ് അവളുടെ ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ട് നോട്ട്സ് മുഴുവൻ അപ്പോൾ കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു. പരീക്ഷ മാത്രം എഴുതാനും തീരുമാനമായി.
അതുകൊണ്ട് തന്നെ തേജസ്വിനി വീട്ടിലിരുന്ന് പഠിക്കാൻ തുടങ്ങി. ആ സെമസ്റ്റർ അവൾ തട്ടിയും മുട്ടിയും ജയിച്ചു. അച്ഛനും അമ്മയ്ക്കും ഏക മകളായിരുന്നു തേജസ്വിനി എന്ന അവരുടെ തേജു. കോളേജിൽ എല്ലാവരുടെയും തേജ. അവൾക്ക് ജനിച്ചത് തൊട്ട് ഹൃദയത്തിൽ പ്രശ്നമുള്ളതുകൊണ്ട് അച്ഛനും അമ്മയും എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാവും. ആ വർഷത്തെ 2ാമത്തെ സെമസ്റ്ററിലേക്ക് കടന്നു. എന്നത്തെയും പോലെ അവൾ കോളേജിലേക്ക് പോയി. BBA ആയിരുന്നു അവൾ എടുത്തിരുന്നത്. അവളെയും കാത്ത് അവളുടെ കൂട്ടുകാർ ക്ലാസ്സിലിരിക്കുന്നുണ്ടായിരുന്നു. അവർ ഒരു ഗ്യാങ് ആണ്. 5 പെൺകുട്ടികളും 3 ആൺകുട്ടികളും. എല്ലാവരും കോളേജിലേക്ക് വന്നു പോകുന്നവരായിരുന്നു. അവളുടെ ക്ലാസ്സിൽ ഭൂരിഭാഗവും മലയാളികളായിരുന്നു ഉണ്ടായിരുന്നത്. ചുരുക്കം ചില തമിഴ് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അവരെല്ലാം ഇവർ മലയാളം പഠിപ്പിച്ചു. അതാണല്ലോ നമ്മുടെ കഴിവ്. ആദിത്യ, ചരൺ, ഗൗരവ്, മരിയ, സിമി, ജീവിത, ഹിരൺ, തേജസ്വിനി, ഇതായിരുന്നു ആ ഗ്യാങ്. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് ആരെയും കാണാൻ പറ്റാത്തതുകൊണ്ട് ഇവരൊന്നും വന്നില്ല. ചരണും ആദി എന്ന ആദിത്യനും ഗൗരവും കാണാൻ വരുമായിരുന്നു. അവളെയല്ല, അച്ഛനെ നോട്ട്സ് കൊടുക്കാനായി. ചന്ദ്രദാസിന്റെ ഉറ്റ ചങ്ങാതി രാജ്മോഹൻ നമ്പ്യാരുടെ മകനാണ് ആദി. ചന്ദ്രദാസും രാജ്മോഹനും ഒരേ ബാങ്കിലാണ് വർഷങ്ങളായി ജോലി ചെയ്യുന്നത്. ആദി ഒരിക്കൽ തേജുവിനെ പ്രപ്പോസ് ചെയ്തിരുന്നു. പക്ഷേ അന്നത്തെ അവളുടെ ആരോഗ്യസ്ഥിതി കണക്കെടുത്ത് അവൾ അതിന് നോ എന്ന് പറഞ്ഞു. അവൾക്ക് അതിനോടൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ. ചന്ദ്രദാസും രോഹിണിയും സ്നേഹിച്ച് വിവാഹം ചെയ്തവരായിരുന്നു. 2 പേരുടെയും വീട്ടിൽ ഇഷ്ടക്കേടുണ്ടായിരുന്നു. പിന്നീട് രോഹിണിയെ വിളിച്ചിറക്കി കൊണ്ടുവരേണ്ടി വന്നു. അതിനാൽ തന്നെ 2 കുടുംബക്കാരോടും യാതൊരു ബന്ധവുമുണ്ടായിരുന്നില്ല. തേജുവിന് ഒരു സ്കൂട്ടി ഉണ്ടായിരുന്നു. വല്ലപ്പോഴും മാത്രമേ അവളെ അത് ഓടിക്കാൻ അച്ഛൻ സമ്മതിക്കാറുള്ളൂ. ഇന്നവൾ വണ്ടിയെടുത്തുപോയി. കോളേജിലെത്തിയ അവളെ കാണാൻ എല്ലാവരും തടിച്ചുകൂടി. അവർക്കൊക്കെ വിശേഷങ്ങൾ പറഞ്ഞുകൊടുത്തു. അവൾ ഗ്യാങ്ങിന്റെ അടുത്തെത്തി. അവളെ കണ്ട ഉടൻ എല്ലാവരും പൊതിഞ്ഞു പിടിച്ചു. പെണ്ണെ, വീട്ടിലിരുന്ന് നല്ലോണം വെളുത്തുപോയി, തടിച്ചു, തീറ്റ മാത്രമേ ഉണ്ടായിരുന്നുള്ളോ. ഇടിയിടി കണ്ണു വെക്കല്ലേ, ജീവിച്ചു പൊക്കോട്ടെ. മുടി വെട്ടിയോ? ഇല്ല. എടാ, ഇതുങ്ങൾ എന്തൊക്കെയാ ചോദിക്കുന്നേ? മുടി, തീറ്റ, വെളുപ്പ്, കറുപ്പ്, ഇതൊക്കെയാണോ ഒരു ചോദ്യം? എടാ, പെണ്ണുങ്ങളാണ്. ഒരുത്തി ഒന്ന് വെളുത്താ തുടങ്ങും അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ. ഇതൊക്കെ നമ്മളെത്ര കണ്ടതാ. നീ എന്താടാ ഹണ്ടിവായ പോലെ ഇരിക്കുന്നത്? ചരൺ ആദിയോട് ചോദിച്ചു. ആദിയുടെ കണ്ണപ്പോഴും തേജയിലായിരുന്നു. ഡാ. പെട്ടെന്ന് എല്ലാ കണ്ണുകളും ആദിയുടെ അടുത്തേക്കായി ഫോക്കസ് ചെയ്തു. തേജ ഉടൻ തന്നെ കണ്ണ് പിൻവലിച്ചു. അവൾക്ക് കാര്യം മനസ്സിലായി. തേജ ആദിയുടെ മുന്നിൽ വന്നു നിന്നു. ആദി, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഗ്യാങ്ങിൽ ഇനി ഞാനുണ്ടാവില്ല. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാണ് എന്റെ ആയുസിന് ഒരു ഗ്യാരണ്ടിയും ഇല്ലാന്ന്. പിന്നെ എന്തിനാണ് എന്റെ പിന്നാലെ തന്നെ വന്ന് ജീവിതം വേസ്റ്റാക്കുന്നത്? ആദിയുടെ കണ്ണുമിഴിഞ്ഞു. അവരുടെ ഗ്യാങ്ങിലെ മിണ്ടാപ്പൂച്ചയായിരുന്നു തേജ. അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് സിമിയും മരിയയും ചേർന്നായിരുന്നു. എന്തെങ്കിലും ആരോടെങ്കിലും പറയണമെങ്കിലോ ചെയ്യണമെങ്കിലോ അവൾ എല്ലാവരോടും ചോദിക്കും. ആദിയുടെ കാര്യം തന്നെ മരിയയാണ് ഉത്തരം നൽകിയത്. നിനക്ക് ഹൃദയമല്ല ഓപ്പറേഷൻ കഴിഞ്ഞുള്ളൂ, തലയ്ക്കല്ലല്ലോ? അല്ല, ഞാൻ നല്ല ബോധത്തോടെയാണ് സംസാരിക്കുന്നത്. എനിക്ക് ഈ പ്രേമത്തിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. അതുകൊണ്ട് ഇന്നത്തോടെ നിർത്തിക്കോണം ഈ വായ്നോട്ടം. ഇതും പറഞ്ഞ് അവൾ അവളുടെ സീറ്റിൽ പോയിരുന്നു. ഡാ, ഇത് നമ്മുടെ തേജ അല്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എടാ, നമ്മുടെ അടുത്ത് ഒരു വാചകം മുഴുവനായി അവൾ ഈ 1.5 വർഷത്തിനുള്ളിൽ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോഴാണ് അവൾ എന്നോട് ഇത്രയും വലിയ ഡയലോഗ് മടിച്ചതാ അവിടെ പോയി കുത്തിയിരിക്കുന്നത്. അത് നിന്റെ ഊറ്റൽ കണ്ട് സഹിക്കാൻ പറ്റാതെ പറഞ്ഞതാവും. എടാ പോടാ, എന്തോ എവിടെയോ സംതിങ് ഫിഷി. ഒഞ്ഞു പോടാപ്പാ അവൻ്റെ ഒരു ഫിഷി. ക്ലാസ്സിൽ ഓരോ മണിക്കൂറും ടീച്ചർ വരും, എന്തെങ്കിലും പറഞ്ഞു തരും. ആദ്യ ദിവസമായതുകൊണ്ട് സിലബസും ബുക്സും പറഞ്ഞു തന്നു. ഇന്റർവെല്ലിന് ബെല്ലടിച്ചപ്പോൾ തേജ സിമിയെയും കൂട്ടി ലൈബ്രറിയിലേക്ക് പോയി ബുക്കൊക്കെ എടുത്തു. സിമി ആകെ വണ്ടറടിച്ചു. കാരണം ബുക്ക് അല്ലെങ്കിൽ നോട്ട്സ് ഇതെല്ലാം ആരെങ്കിലും എടുത്തു കൊടുത്താൽ അവൾ പഠിക്കും. നല്ല അസൽ ഉഴപ്പിന്റെ ഉസ്താദായിരുന്നു അവരുടെ തേജ. പക്ഷേ ഇന്ന് അവൾ ബുക്ക് എടുക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് പ്രേതത്തെ കണ്ട എഫക്റ്റ് ആയിരുന്നു. സിമി വേഗം വെളിയിലേക്കിറങ്ങി മരിയയുടെ അടുത്തേക്ക് പോയി. ഇടി മറിയാമോ? എന്താടി? ഇടി, അവള് ലൈബ്രറി കയറി. ആര്? തേജ. അവളോ? എന്തിന്? ബുക്ക് എടുക്കാൻ. അത് വല്ല നോവലോ മറ്റോ ആയിരിക്കും. കൂതാറെ, അവള് നമ്മുടെ സിലബസ് നോക്കി ബുക്ക് എടുക്കുന്നു. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഹിരൺ ഇത് കേട്ട് വെള്ളം തരിപ്പിൽ കയറി ചുമയ്ക്കാൻ തുടങ്ങി. മരിയയുടെ ഫോൺ കയ്യിൽ നിന്നും ഊർന്നുപോയി. ജീവിത പിന്നെ വിശ്രമിക്കുകയായിരുന്നു. ബെഞ്ചിൽ തലവെച്ച് ആ തല അപ്പോൾ തന്നെ നിവർന്നു. സിമി പിന്നെ ഞെട്ടാൻ ബാക്കിയില്ലാതെ നിർജീവമായി നിൽക്കുന്നു. അപ്പോഴാണ് ബുക്കുമെടുത്ത് തേജ ക്ലാസ്സിലേക്ക് വന്നത്.
ഗൗരവും ആദിയും ചരണും ക്യാൻറ്റീനിലേക്ക് പോയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മുന്നിൽ നടക്കുന്ന തേജയെ കണ്ട് ഗൗരവ് അവളെ വിളിച്ചു. തിരിഞ്ഞു നോക്കിയ എല്ലാവരും അതേ എക്സ്പ്രഷൻ ഇട്ട് നിന്നു. ഇപ്പോഴും അളിയ, വായടക്കി ഈച്ച കയറും. ആദി ഗൗരവിന്റെ മണ്ടയ്ക്ക് കിഴുക്കിയിട്ട് സീറ്റിൽ പോയിരുന്നു. ഗൗരവിനും ചരണിനും എല്ലാം അതിശയമായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ ബാക്കി 6 പകച്ച് പണ്ടാരമടങ്ങി. പിന്നീട് അങ്ങോട്ട് തികച്ചും വ്യത്യസ്തയായ തേജയായിരുന്നു കണ്ടത്. ക്ലാസ്സിൽ മുടങ്ങാതെ വരിക, സംശയങ്ങൾ ചോദിക്കുക, പരീക്ഷയ്ക്ക് എല്ലാം മാർക്ക് വാങ്ങിക്കുക തുടങ്ങി എല്ലാ കാര്യങ്ങളും. അവിടെ വീട്ടിലും ഇതേപോലെ ആയിരുന്നു. അവളുടെ ചിട്ടവട്ടങ്ങളെല്ലാം തകിടം മറിഞ്ഞു. രാവിലെ എണീക്കാൻ മടിയായിരുന്ന തേജ നേരത്തെ എഴുന്നേൽക്കുന്നു. അടുക്കളയിൽ പണികൾ ചെയ്യാൻ ഉത്സാഹം കാണിക്കുന്നു. എന്തൊക്കെയോ സംശയങ്ങൾ എല്ലാവരിലും ഉണ്ടായി. ഡോക്ടറെ കാണാൻ അവൾ ഒറ്റയ്ക്ക് പോയി തുടങ്ങി. അതിനുശേഷം അവൾ പല ദിവസങ്ങളിലും ഒറ്റയ്ക്കിരിക്കും, എന്തെങ്കിലും ചെയ്യും. ഒരു ദിവസം അവൾ അച്ഛനോട് മാർഷൽ ആർട്സ് പഠിക്കണം എന്ന് പറഞ്ഞു. മോളെ, നിന്റെ ആരോഗ്യം അതല്ലേ ആദ്യം നോക്കേണ്ടത്. ഞാൻ നോക്കിക്കോളാം അച്ഛാ. ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അടുത്ത ദിവസം ചന്ദ്രദാസ് പോയി അവിടെ അടുത്തുള്ള മാർഷൽ ആർട്സ് സെന്ററിൽ അവളെ ചേർത്തി. ആദ്യത്തെ 2 ദിവസങ്ങളിൽ അവളുടെ ശരീരം നല്ലോണം വേദനിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തികഞ്ഞ അഭ്യാസിയെപ്പോലെ അവൾ പഠിച്ചെടുത്തു. ഒഴിവു ദിവസങ്ങളിൽ കൂട്ടുകാർ ചേർന്ന് ടൗൺ ഹാളിൽ പോയി വെറുതെ ചുറ്റിയടിക്കാറുണ്ടായിരുന്നു. തേജ വല്ലപ്പോഴും മാത്രമേ പോകാറുള്ളൂ. ഒരിക്കൽ എല്ലാവരും കൂടെ അന്നപൂർണ ഹോട്ടലിൽ കയറി സാമ്പാർ വട കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം തേജയിൽ ചില ഭാവമാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അവളുടെ കൈ ഹൃദയത്തിൽ വെച്ചു നോക്കി. ഉച്ചത്തിലടിക്കുന്നു. ആരെയോ കാണാൻ ആഗ്രഹിക്കുന്ന പോലെ തോന്നി. കണ്ണെല്ലാം പെട്ടെന്ന് നിറഞ്ഞു വന്നു. തേജ ചുറ്റും നോക്കി. ആരെയും കണ്ടില്ല. എന്നാലും അവളുടെ ഹൃദയം മിടിക്കുന്നത് മാത്രം യഥാർത്ഥ സ്ഥിതിയിൽ വന്നില്ല. ഹിരൺ? തേജ മെല്ലെ വിളിച്ചു. എന്താടി? എനിക്ക് തീരെ വയ്യ, നമുക്ക് പോകാം. അവളുടെ അവസ്ഥ കണ്ട് ഇനിയും എന്തെങ്കിലും പ്രശ്നമാവുന്നതിനു മുമ്പേ എല്ലാവരും എഴുന്നേറ്റു. തേജ തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ അവൾ ഒരാളെ കൂട്ടിയിടിച്ചു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ചില ഫയലുകൾ താഴെ വീണു. അവൾ അതെല്ലാം എടുത്ത് സോറി പറയാൻ വേണ്ടി മുഖമുയർത്തി. അവളുടെ കണ്ണുകൾ സജലങ്ങളായി. അയാൾ താങ്ക്സ് എന്ന് പറഞ്ഞ് അവളെയും കടന്നുപോയി. തേജ കുഴഞ്ഞു വീണു. തേജ! എല്ലാവരും കൂടി അവളെ താങ്ങി. ഫയലെടുത്ത് തിരിഞ്ഞ ഋഗ്വേദ് കണ്ടത് തന്നെ ഇടിച്ച പെൺകുട്ടി കുഴഞ്ഞു വീഴുന്നതായിരുന്നു. അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും പരിഭ്രമത്തോടെ അവളെ വിളിക്കുന്നുണ്ട്. അവനും അവന്റെ കൂട്ടുകാരനും അവരുടെ അടുത്തേക്ക് പോയി. എന്താ സർ? സാറിന്റെ കയ്യിൽ ഫയൽ തന്നതിനു ശേഷം ഇവൾക്ക് ബോധം പോയി. സാറൊന്ന് സഹായിക്കുമോ? ശരി, ഈ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. ഗൗരവും ആദ്യമൊക്കെ ബൈക്കിലായിരുന്നു വന്നത്. അവളെ കൊണ്ടുപോകാൻ വേണ്ടി ഓട്ടോ പിടിക്കാനായി പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഋഗ്വേദ് തന്നെ അവളെ എടുത്ത് അവന്റെ കാറിൽ കയറ്റി. സിമിയോട് ചോദിച്ച് അവളെ ഗംഗാ ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോയി. സന്തോഷ് ഡോക്ടർ വന്ന് അവളെ പരിശോധിച്ചു. അപ്പോഴേക്കും ഋഗ്വേദ് മടങ്ങിയിരുന്നു. സന്തോഷ് ഡോക്ടർ ആകെ ആശയക്കുഴപ്പത്തിലായി. പെട്ടെന്ന് എങ്ങനെ ഇങ്ങനെ BP-യിൽ വേരിയേഷൻ വന്നു? ഡോക്ടർ അവളുടെ കൂട്ടുകാരുടെ അടുത്ത് ചോദിച്ചു. അവർ അവിടെ ഹോട്ടലിൽ വെച്ച് നടന്ന സംഭവം പറഞ്ഞുകൊടുത്തു. എന്നിട്ട് തേജസ്വിനിയെ കൊണ്ടാക്കിയ ആളെവിടെ? അവരും അപ്പോഴാണ് അയാളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. സോറി ഡോക്ടർ, അയാൾ പോയി എന്ന് തോന്നുന്നു. ശരി, ആ കുട്ടി ആരെയെങ്കിലും കണ്ടിരുന്നോ? ഇല്ല ഡോക്ടർ, അവൾ ആകെ അസ്വസ്ഥയായിരുന്നു. ആ കുട്ടിയുടെ അച്ഛനെ എന്തായാലും വിളിച്ചു പറഞ്ഞോളൂ. എന്നു മുഴുവൻ ICUവിൽ തന്നെ കിടക്കട്ടെ. എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ കുട്ടിയുടെ അച്ഛനോട് സംസാരിക്കേണ്ടതാണ്. അദ്ദേഹം വന്നിട്ട് പറയാം. ഡോക്ടർ റൂമിലേക്ക് പോയി. അവർ അച്ഛനെ വിളിച്ച് പറയുകയും ചെയ്തു. അച്ഛനും അമ്മയും ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് എത്തി. ആദി, എന്താ പറ്റിയത്? അറിയില്ല അങ്കിൾ, അവൾ ആകെ അസ്വസ്ഥയായിരുന്നു. കൂടാതെ ഒരാളെ ഇടിച്ചു. അയാളുടെ കുറച്ച് ഫയൽസ് ഒക്കെ താഴെ പോയിരുന്നു. അതൊക്കെ അവളെ എടുത്തു കൊടുത്തു. അയാളോട് സോറി പറഞ്ഞപ്പോഴാണ് മയങ്ങി വീണത്. അയാൾ തന്നെയാണ് ഇവിടേക്ക് എത്തിച്ചത്. പക്ഷെ പിന്നീട് അയാളെ കാണാൻ കഴിഞ്ഞില്ല. ഡോക്ടർ എന്താണ് പറഞ്ഞത്? അങ്കിള് വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ശരി, ഞാനെന്തായാലും ഒന്ന് കാണട്ടെ. ഞങ്ങളും വരുന്നു. ഡോക്ടറിന്റെ മുറിയിലിരിക്കുമ്പോൾ ചന്ദ്രദാസിന് പേടിയായിരുന്നു. വീണ്ടും ഭേദമായ അസുഖം തിരിച്ചു വരികയാണോ എന്ന്. ഡോക്ടർ റൗണ്ട്സിന് പോയി വന്ന സമയമായിരുന്നു. ചന്ദ്രദാസ്, സുഖമല്ലേ? സുഖം ഡോക്ടർ. ഡോക്ടർക്കോ? എല്ലാം നന്നായി പോകുന്നു. മോളെ ഞങ്ങൾ ICUവിൽ കിടത്തിയിരിക്കുകയാണ്. BP കുറച്ച് ഹൈ ആണ്. പെട്ടെന്ന് ഇങ്ങനെ വന്ന ആരോഗ്യത്തെ സാരമായി ബാധിക്കും. ഇന്നൊരു ദിവസം ഇവിടെ കിടക്കട്ടെ. നാളെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. കുറച്ച് ദിവസത്തേക്ക് പുറത്തേക്കൊന്നും വിടണ്ട. അവൾക്ക് പേടിയായിട്ടുള്ളത് അങ്ങനെ ചിലതൊക്കെ ഒഴിവാക്കണം. പിന്നെ കൂട്ടുകാർ അവളെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവൾക്ക് ദേഷ്യം വരുന്നത്, സങ്കടം വരുന്നത് ഒന്നും കൺമുന്നിൽ നടക്കാൻ പാടില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ?
പ്രശ്നം അത് അവളുടെ ഹൃദയത്തിന് തന്നെയാണ്. മറ്റൊരു ഹൃദയമല്ലേ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, കുറച്ചു കാലത്തേക്കെങ്കിലും. ചന്ദ്രദാസും രോഹിണിയും മുഖത്തോട് മുഖം നോക്കിയിരുന്നു. കാറിലിരുന്ന് ഋഗ്വേദ് ചിന്തിക്കുകയായിരുന്നു. ആരാണ് ആ പെൺകുട്ടി? അവളെ കണ്ടപ്പോ എന്തുകൊണ്ട് എനിക്ക് നിതയെ ഓർമ്മ വന്നു? ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാർട്ടി എന്ന മാർട്ടിൻ ഫിലിപ്പ് അവനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് റിജുക്കുട്ട ഒരു മ്ലാനത? റിജു. ഋഗ്വേദിനെ എല്ലാവരും റിജു എന്നാണ് വിളിക്കാറ്. ഹേയ്, ഒന്നുമില്ലടാ. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത കുട്ടിയില്ലേ, എന്തോ അവളെ കണ്ടപ്പോൾ എനിക്ക് നിതയെ ഓർമ്മ വന്നു. അവള് പോയിട്ട് 8 മാസങ്ങളായെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡാ, നിനക്ക് മറക്കാറായില്ല എല്ലാം? എല്ലാമോ? എങ്ങനെയാടാ? 5 കൊല്ലമായിട്ട് നെഞ്ചിൽ കുടിയേറിയവളല്ലടാ എൻ്റെ താന്തോന്നി, എൻ്റെ മാത്രം താന്തോന്നി. റിജു ഫോണെടുത്ത് ഗാലറി തുറന്ന് നിതയുടെ അവസാനമെടുത്ത ഫോട്ടോയിലേക്ക് നോക്കി 2 തുള്ളി കണ്ണീർ പൊഴിച്ചു. വയ്യ പെണ്ണെ, നീയില്ലാതെ എനിക്ക്. ഞാൻ എങ്ങനെയാണ് ഇനി ജീവിക്കേണ്ടത്? വേണ്ട വേണ്ട എന്നൊരു 100 വട്ടം പറഞ്ഞിരുന്നു നിന്നോട്. അതെങ്ങനെയാ? ദേഷ്യവും വാശിയും നിന്റെ നിറകുടമായിരുന്നല്ലോ. ഇപ്പോൾ എന്നെ തനിച്ചാക്കിയില്ലേ? നിനക്കവിടെ നിന്റെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. എനിക്കോ? അവൻ ഫോൺ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് ചാഞ്ഞു കടന്നു. അപ്പോഴും അടഞ്ഞ കണ്ണുകളിലൂടെ കണ്ണീർ താഴേക്ക് ഒഴുകി വന്നുകൊണ്ടിരുന്നു.